വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് 950 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സഹിതമാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5.6 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ എലിവേഷനിൽ മുകൾ ഭാഗത്തായിട്ട് ബ്രിക്ക് ഡിസൈനുള്ള ടെക്സ്ചർ വർക്കുകളും പാനലിങ്ങും അതുപോലെ താഴെയായിട്ട് നാച്ചുറൽ ലാറ്ററൈറ്റ് ടൈലുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഭാവിയിൽ ഒരു വില്ല പ്രോജക്റ്റായി മാറാൻ പോകുന്ന ഒരു സൈറ്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. 4 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. റോഡിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ലാറ്ററൈറ്റ് ഡിസൈനുള്ള നാച്ചുറൽ ടൈൽസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 4.2 മീറ്ററാണ് ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഗേറ്റ് വന്നിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഗേറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിനാണ് ഉള്ളത്. 15 അടി നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം ടെക്സ്ചർ വർക്ക് തന്നെയാണ് സിറ്റ് ഔട്ടിൻ്റെ പില്ലറിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ കിഴക്ക് ഭാഗത്താണ് ഉള്ളത്. 9 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളാണ് വന്നിരിക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെയും വരാനുണ്ട്. രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാളിൽ കൊടുത്തിരിക്കുന്ന സെയിം ലാറ്ററൈറ്റ് ഡിസൈനിലുള്ള നാച്ചുറൽ ടൈല് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 2.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. ഈ ഒരു സൈഡ് കവർ ചെയ്താണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഒരു വെജിറ്റബിൾ ഗാർഡനൊക്കെ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. ഇവിടെയായിട്ടൊരു ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 7 അടി നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു സീറ്റിംഗ് യൂണിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5-6 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടുള്ള പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയായിട്ട് ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഈ ഒരു മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ലിവിങ് സ്പേസിന് 15 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സൗത്തിലേക്ക് 4 ഡോർ വിൻഡോയും. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ളൊരു കോർണർ സോഫ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു കോഫി ടേബിൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡെല്ലാം പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ലൂവേർഡ് ഡിസൈനിലുള്ള ഒരു വുഡൻ ടെക്സ്ചറിലാണ് ഫുള്ള് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടൊരു ഡക്കർ സ്പേസും വരുന്നുണ്ട്. വലുപ്പമുള്ള ഡക്കർ സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനലിംഗ് ഒക്കെ കൊടുത്ത് സീലിംഗ് ലൈറ്റും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വുഡൻ ടെക്സ്ചറിൽ തന്നെയുള്ള ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഡെക്കർ സ്പേസും ഈ ഒരു പാർട്ടീഷന് കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്തൊരു പാനലിംഗ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്.
10 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് വലിപ്പമുള്ളൊരു 4 ഡോർ വിൻഡോ ഒക്കെ കൊടുത്ത് ഫ്രെയിമൊക്കെ പാനലിങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഇതൊക്കെ സ്പേസോട് കൂടി സ്റ്റോറേജ് സ്പേസ് ആയിട്ടും കൂടിയാണ് ഈ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ലൂവോർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ എല്ലാം തന്നെ ഒരു വുഡൻ ടെക്സ്ചറിലുള്ള കബോർഡ് വർക്കുകളും പാനലിങ്ങുമാണ് വരുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും വി ഗാർഡിൻ്റെ സ്വിച്ചസുമാണ് വരുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് കിച്ചൺ ഡോറും വന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 11.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റ് കിച്ചണിൽ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിലുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വലുപ്പമുള്ള വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. മിറർ വരാനായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് എക്കോഡിൻ്റെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ തന്നെ ഡൈവേർട്ടറാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ്, എക്സ്പോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. വുഡൻ ടെക്സ്ചറിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും SS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. ഈ ഒരു വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിമൊക്കെ പാനൽ ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അത്യാവശ്യം സ്പേസിയായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് വരുന്നത്. ഏകദേശം 10 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലുള്ളത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ട് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസും വരുന്നുണ്ട്. കൂടാതെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. ബാക്ക് സൈഡിൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഡക്കർ സ്പേസ് നൽകി ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിപ്പമുള്ളൊരു 3 ഡോറിൻ്റെ വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. മിറർ വരാനായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് എക്കോഡിൻ്റെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ തന്നെ ഡൈവേർട്ടറാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ്, എക്സ്പോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 11 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇനി മിറർ വരാനായിട്ടുണ്ട്. സെറയുടെ ഡൈവേർട്ടറാണ് വരുന്നത്. വാട്ടർ ക്ലോസറ്റ് അക്കോർഡിൻ്റെയാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 10 അടി നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ്
വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 16 അടിയോളം നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് വരുന്നത്. മുകളിലായിട്ട് പാനലിംഗ് ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 950 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 5.6 കിലോമീറ്റർ, കാക്കനാടേക്ക് 8.5 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 5.4 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്റർ, കലൂരേക്ക് 15 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 3.5 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സഹിതമുള്ള ഈ വീടിന് ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും പരസ്യം ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.